എന്താ രമ്യേ, ഇപ്പോഴും നിന്റെ വീട്ടിൽ വഴക്കാണോ? നീ പറയുന്നത് നിന്റെ ഹസ്ബൻഡിന് മനസ്സിലാവുന്നില്ല? ഒരു സെക്കൻഡ്, ഞാൻ ലൗഡ് സ്പീക്കറിൽ ഇടാം, നീ കേട്ടോ. ഞാൻ ടയേർഡാന്ന് പറഞ്ഞ എന്താ അർത്ഥം? നീ ടയേർഡാന്ന് പറഞ്ഞാൽ നിനക്ക് വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, വല്ല ഓൺലൈനിലും സ്വിഗ്ഗി സൊമാറ്റോയിലും ഫുഡ് ഓർഡർ ചെയ്യാന്നർത്ഥം. നിങ്ങക്ക് ഇന്ന് ഓഫീസിൽ പോണോന്ന് ചോദിച്ചാലോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ നീ വീട്ടിൽ ഇരുന്നും മടുത്തു, നിന്നെ വെളിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോകണോന്നർത്ഥം. എന്തേ? എനിക്ക് വിശക്കുന്നില്ലെന്ന് പറഞ്ഞാലോ? അതൊരു വല്ലാത്ത പറച്ചിലർജി. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ ചെറുകടികളായ ബോണ്ട, ഉള്ളിവട, പരിപ്പോട എന്ന സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരുവാന്നർത്ഥം. എന്റെ മനസ്സിന് നല്ല സുഖമില്ലെന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിനക്ക് നിന്റെ അമ്മയെ കാണാൻ ആഗ്രഹമുണ്ട്, നിന്നെ എത്രയും പെട്ടെന്ന് നിന്റെ വീട്ടിൽ കൊണ്ടുവിടുക എന്നർത്ഥം. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നീ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞാൻ വേണമെങ്കിൽ തീരുമാനിച്ചോ, വരും വരായികൾ ഞാൻ അനുഭവിച്ചോ എന്നർത്ഥം. എന്നെ കുറച്ചു നേരം തനിച്ചു വിടാൻ പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കണം, നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടോണ്ടേ ഇരിക്കണമെന്നർത്ഥം. കേട്ടോ രമ്യേ, ഇതെന്ന് നമ്മുടെ ഭർത്താക്കന്മാർ മനസ്സിലാക്കുന്നു, അന്ന് നമ്മുടെ കുടുംബം രക്ഷപ്പെടും. എന്ത് വിധി